നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. എറണാകുളം കാക്കനാട്ടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെയും കുടുംബത്തിന്റെയും മരണം ആത്മഹത്യയെന്ന് പോലീസ്. ക്വാർട്ടേഴ്സിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ആത്മഹത്യാക്കുറിപ്പിൽ മരണകാരണമില്ല. വിദേശത്തുള്ള സഹോദരിയെ വിവരം അറിയിക്കണമെന്ന് മാത്രമാണുള്ളത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. അമൽ, ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. അപ്പോഴും അമ്മയുടെ മരണത്തിൽ ദുരൂഹത ബാക്കി നിൽക്കുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിൽ കൂടുതൽ കാര്യങ്ങളില്ല. ഇപ്പോൾ പോലീസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തിനായിരിക്കും ഇത്തരത്തിൽ ആത്മഹത്യ എന്നതിൽ എന്തെങ്കിലും സൂചന ഘട്ടത്തിലുണ്ടോ? സുഹൈൽ, എന്തായാലും ആത്മഹത്യയുടെ സാധ്യതകൾ പോലീസ് പൂർണ്ണമായും തള്ളുന്നില്ല. അപ്പോൾ തന്നെയും അമ്മ ശകുന്തള അഗർവാളിന്റെ മരണത്തിലാണ് കുറച്ചുകൂടി ദുരൂഹതകൾ നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കണ്ടത് ബെഡിൽ കിടക്കുന്ന നിലയിലായിരുന്നു. ഈ കിടക്കുന്ന മൃതദേഹത്തിന്റെ മുകളിൽ പൂക്കൾ വിതറിയിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ മരണത്തിൽ കുറച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങളെല്ലാം പൂർണ്ണമായും അഴുകിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൈരേഖകൾ മറ്റും ഒന്നും പോലീസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഫോറൻസിക് വിദഗ്ധർ വന്നെങ്കിലും കാര്യമായ യാതൊന്നും ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ചതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഏതായാലും നാളെ ഉണ്ടാവാനിരിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഏതായാലും ആത്മഹത്യാക്കുറിപ്പ് മൃതദേഹങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ബെഡിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് ഹിന്ദിയും ജാർഖണ്ഡും ഇംഗ്ലീഷും ജാർഖണ്ഡീസ് ഭാഷയും ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന ഒരു ആത്മഹത്യാക്കുറിപ്പാണ് ലഭിച്ചത്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് പ്രകാരം മരണ കാരണമൊന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നില്ല. പകരം വിദേശത്തുള്ള ദുബായിലുള്ള തന്റെ സഹോദരിയെ മരണ വിവരം അറിയിക്കണം എന്നൊരു കുറിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്നോ രണ്ടോ വരികളിൽ മാത്രം എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ മറ്റ് തരത്തിലുള്ള സാധ്യതകൾ, ദുരൂഹതകൾ എന്തെങ്കിലും ഈ ഒരു ആത്മഹത്യയുടെ പിന്നിൽ ഉണ്ടോ എന്ന കാര്യം കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൂടുതലായി പറയാൻ സാധിക്കുകയുള്ളൂ. ആദ്യ വിവരങ്ങൾ മാത്രമുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ്. അമ്മയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ സ്വാഭാവിക മരണത്തിന് കേസെടുത്ത വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. മറ്റു വാർത്തകളിലേക്കാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് നാളെ കൊച്ചിയിൽ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകും. കേരളത്തിന്റെ വ്യവസായ കുതിപ്പിന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി കരുത്താകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 3000 പ്രതിനിധികൾ പങ്കെടുക്കും. നിക്ഷേപകരെ കേരളത്തിലേക്ക് എത്തിക്കുന്നതിനൊപ്പം യുവജനങ്ങൾക്ക് സ്വന്തം നാട്ടിൽ അവസരങ്ങൾ ലഭ്യമാക്കുക എന്നതുൾപ്പെടെ നിരവധി ലക്ഷ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ സമ്മേളനം തുടങ്ങാൻ കഴിയും. പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഡെലിഗേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശ രൂപത്തിൽ തന്നെ എല്ലാ മേഖലയിലും നിന്നുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും വരുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ആഗോള പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമാകും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി തുടങ്ങി പ്രധാന വകുപ്പുകളുടെ സെക്രട്ടറിമാരും 2 ദിവസം കൊച്ചിയിൽ ക്യാമ്പ് ചെയ്യും. വ്യവസായ വളർച്ചയെ ചൊല്ലി സർക്കാർ പ്രതിപക്ഷ പോര് നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരള സമ്മിറ്റിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. 24 കൊച്ചി. സൗദി റിയാലിന് ചിഹ്നം നിലവിൽ വന്നു. അറബി കാലിഗ്രാഫിയിൽ റിയാൽ എന്ന് എഴുതിയതാണ് ലോഗോ. ചിഹ്നത്തിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അംഗീകാരം നൽകി. ആദ്യമായാണ് സൗദി റിയാലിന് ഒരു ചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നത്. അറബി കാലിഗ്രാഫിയിൽ റിയാൽ എന്ന് എഴുതിയതാണ് ചിഹ്നം. ചിഹ്നത്തിന് സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് അംഗീകാരം നൽകി. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടുതൽ പ്രചാരം നേടാനും ഐഡന്റിറ്റി ശക്തിപ്പെടാനും ഔദ്യോഗിക ലോഗോ പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ. ലോഗോയ്ക്ക് അംഗീകാരം നൽകിയ രാജാവിനും കിരീടാവകാശിക്കും സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി ഗവർണർ ഐമൻ അൽ സയാരി നന്ദി പറഞ്ഞു. കറൻസികളിൽ ചിഹ്നം ചേർക്കുന്നതും മറ്റു മേഖലകളിൽ നടപ്പാക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സാമ ഗവർണർ അറിയിച്ചു. ഇതോടെ സാമ്പത്തിക വാണിജ്യ ഇടപാടുകളിലും മറ്റു മേഖലകളിലും ചിഹ്നം ഉപയോഗിക്കാം. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ദേശീയ കറൻസിയുടെ പങ്ക് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോഗോയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. വിഷൻ 2030 ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുതിയ മാറ്റം. ജലീൽ കടമകലം, 24 ജിദ്ദ. ആരാധകരെ ആവേശത്തിലായെത്തി ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം. വലിയ ആവേശത്തിലാണ് ഇന്ത്യൻ ആരാധകർ സ്റ്റേഡിയം വിട്ടിറങ്ങിയത്. അരുൺ പാറാട്ട തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ഗംഭീര വിജയം കണ്ട് സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങി വരികയാണ് ആരാധകർ എല്ലാവരും തന്നെ. ആദ്യ മത്സരം ഇന്ന് പ്രവൃത്തി ദിനമാണ്, നമുക്കറിയാം. എന്നിട്ടും സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള ആരാധക വൃന്ദം തന്നെയായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു മത്സരം കാണാൻ ഇവിടെ എത്തിയിരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാച്ച്? ഇന്നത്തെ മാച്ച് നല്ലൊരു മാച്ചായിരുന്നു. ഇന്ത്യ അനായാസമായിട്ട് ജയിച്ചു ഇന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഞായറാഴ്ചത്തെ മാച്ചും ഇതുപോലെ തന്നെ നന്നായിട്ട് ജയിക്കട്ടെ. ഞായറാഴ്ച टिकट കിട്ടിയിട്ടുണ്ടോ? अच्छा बैटिंग किया, अच्छा फील्डिंग किया. ये हमारा ख्याल है कि इंडिया फाइनल तक जाएगा जैसा खेल रहा है. अगर ऐसा तरीके से खेलेगा तो
हमारा यह है कि आपका ये टीम फाइनल में जाएगा। फाइनल में बांग्लादेश का मिस्टेक था, ओपनिंग बैटिंग में मिस्टेक था, बाद में कैच मिस किया था जाकिर अली। अगर वो कैच पकड़ता है तो कुछ ना कुछ होता है बांग्लादेश की तरफ तकरीबन। बहुत बढ़िया मैच था और ये तो कोई क्वेश्चन ही नहीं है कि इंडिया ने चैंपियंस ट्रॉफी जीतनी है, वो तो जीतनी है, कैसे जीतना है ये इम्पोर्टेंट है। Amazing. We watched Virat Kohli, number 18, and it was a good fan of Kohli. Yeah, big fan of Kohli. Watching Shubman Gill, his century, very good, and 5 from Mohammad Shami, please. It was an amazing experience. It was my first time watching it, so amazing. I loved it. Had an amazing time. ഞായറാഴ്ചയുള്ള മത്സരത്തിലേക്കാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞായറാഴ്ച വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ വെച്ച് തന്നെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ആരാധകരെല്ലാവരും. ദുബായിൽ നിന്ന് ശരത് ചെറുകുന്നതിനൊപ്പം അരുൺ പറാട്ട്, 24. ദമാമിൽ സംഘടിപ്പിച്ച +40 നിഹാൻ മാമ സൂപ്പർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ വെറ്ററൻസ് ജേതാക്കളായി. വാശിയേറിയ മത്സരത്തിൽ ടെക്നോമേക് ലെജൻസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് വെറ്ററൻസ് കിരീടം സ്വന്തമാക്കി. 40 വയസ്സ് പിന്നിട്ട ക്രിക്കറ്റ് കളിക്കാർക്കായാണ് +40 നിഹാൻ മാമ സൂപ്പർ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖരായ 10 ടീമുകൾ തമ്മിൽ മാറ്റുരച്ച മത്സരത്തിന്റെ ഫൈനൽ പോരാട്ടത്തിൽ ടെക്നോമേക് ലെജൻസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് വെറ്ററൻസ് വിജയ കിരീടം സ്വന്തമാക്കിയത്. ERC ഗൂക്ക ഫ്ലഡ്ലൈറ്റ് എന്നീ 2 ഗ്രൗണ്ടുകളിലായാണ് മത്സരങ്ങൾ നടന്നത്. ടൂർണമെന്റിലെയും ഫൈനലിലെയും മികച്ച താരമായി വെറ്ററൻസ് താരം ഹാരിസിനെയും ടൂർണമെന്റിലെ മികച്ച ബാറ്ററായി ടെക്നോമേക്കിന്റെ ഹബീബിനെയും മികച്ച ബൗളറായി വെറ്ററൻസിലെ ഷക്കീറിനെയും തെരഞ്ഞെടുത്തു. വൈകിട്ട് ചെയർമാൻ നജീബ് ബഷീർ അധ്യക്ഷം വഹിച്ച സമാപന ചടങ്ങിൽ ഷിഹാബ് കൊയിലാണ്ടി, സലീം ഷാഹുദ്ദീൻ എന്നിവർ വിന്നേഴ്സിനുള്ള ട്രോഫിയും മുസ്തഫ പാവയിൽ റണ്ണേഴ്സിനുള്ള ട്രോഫിയും സമ്മാനിച്ചു. മജ്റൂഫ്, ബിജു സിയാദ്, നിതീഷ്, ഹാഫിസ്, ഷുഹൈബ്, സജിത്ത്, രാജേഷ്, അനീഷ് അൽ അബീർ, റഫീഖ് തുടങ്ങിയവർ മറ്റു വ്യക്തിഗത സമ്മാനങ്ങളും നൽകി. സുബൈർ ഉദ്നൂർ, 24 ദമാം. ഗൾഫ് ഫോക്കസ് തുടരുന്നു. അനുവാദമില്ലാതെ വനിതാ താരത്തെ ചുംബിച്ച കേസിൽ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് കുറ്റക്കാരൻ ലൂയിസ് റുബിയാലസിന് 9 ലക്ഷം രൂപയാണ് സ്പാനിഷ് നാഷണൽ കോടതി പിഴയിട്ട്. സ്പാനിഷ് ഫുട്ബോൾ താരം ജെനിഫർ ഹെർമോസോയെ അനുവാദമില്ലാതെ ചുംബിച്ചെന്ന കേസിലാണ് മുൻ ഫെഡറേഷൻ പ്രസിഡന്റ് ലൂയിസ് റൂബിയാലസ് കുറ്റക്കാരനെന്ന സ്പാനിഷ് നാഷണൽ കോർട്ടിന്റെ വിധി. 2023 വനിതാ ലോകകപ്പിന്റെ സമ്മാനദാന ചടങ്ങിനിടെയായിരുന്നു വിവാദ സംഭവം. മെഡൽ സ്വീകരിക്കാനെത്തിയ ഹെർമോസോയുടെ ചുണ്ടിൽ റൂബിയാലസ് അനുവാദമില്ലാതെ ചുംബിച്ചു. ഇതിലെ അതൃപ്തി ഇൻസ്റ്റാഗ്രാമിലൂടെ ഹെർമോസോ തന്നെയാണ് ലോകത്തെ അറിയിച്ചത്. സംഭവം സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അപ്രതീക്ഷിതമായി സംഭവിച്ചതെന്ന് പറഞ്ഞ ന്യായീകരിക്കാനുള്ള ശ്രമമായിരുന്നു റൂബിയാലസിന്റേത്. എന്നാൽ ഫുട്ബോൾ ലോകത്ത് വൻ പ്രതിഷേധമിരമ്പിയതോടെ ഫിഫ നടപടിയെടുത്തു. ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും റൂബിയാലസിനെ 3 വർഷത്തേക്ക് വിലക്കി. നിയമ നടപടിയുമായി ഹെർമോസോയും മുന്നോട്ട് പോയി. തന്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം അയാൾ നശിപ്പിച്ചെന്ന ഹെർമോസോയുടെ കോടതിയിലെ മൊഴിയും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. 9 ലക്ഷം രൂപ പിഴശിക്ഷയ്ക്കൊപ്പം ഹെർമോസോയുടെ 200 മീറ്റർ ദൂരപരിധികൾ റൂബിയാലസിനെ കാണരുതെന്ന നിബന്ധനയും കോടതി ഉത്തരവിലുണ്ട്. സ്പോർട്സ് ഡെസ്ക്, 24. ഗൾഫ് ഫുഡിൽ ശ്രദ്ധേയമായി ഓർക്ല ഇന്ത്യയുടെ കേരള ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ശ്രേണി. 5 മിനിറ്റ് കൊണ്ട് ഇഷ്ടവിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും വിധമാണ് ഇവ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് കമ്പനി വ്യക്തമാക്കി. ജീവിത തിരക്കുകൾക്കിടയിൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്കായ ഒരു സന്തോഷ വാർത്തയുമായാണ് പ്രശസ്ത ബ്രാൻഡുകളായ MTRന്റെയും ഈസ്റ്റേണിന്റെയും മാതൃ കമ്പനിയായ ഓർക്കല ഇന്ത്യ ഗൾഫ് ഫുഡിൽ താരമാകുന്നത്. 5 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ കഴിയുന്ന ഈസ്റ്റേൺ 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ശ്രേണിയാണ് മിഡിൽ ഈസ്റ്റ് ഉപഭോക്താക്കൾക്കായി ഓർക്കല ഇന്ത്യ അവതരിപ്പിക്കുന്നത്. ചെമ്പ പുട്ട്, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, പാലപ്പം എന്നിവയുൾപ്പെടെ മലയാളികളുടെ പ്രിയപ്പെട്ട 7 പ്രഭാത ഭക്ഷണ വിഭവങ്ങളാണ് ഈ ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ തനത് രുചിയും ഗുണവും നിലനിർത്തിയാണ് ഈസ്റ്റേൺ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കുന്നതെന്ന് CEO അശ്വിൻ സുബ്രഹ്മണ്യം പറഞ്ഞു. Big new product that we are launching. It's the Eastern 5-minute breakfast. You know how long it takes to make puttu? 45 minutes. And idli dosa maavu can sometimes take overnight. You have to let it ferment. This you can do in 5 minutes. And you know, today consumers are really challenged on time. They don't have the time. And we worked for over 2 years to develop this product. We have 7 items. So basically in 5 minute, 3 step,
get the perfect Eastern experience, right? So we're very proud about this. You'll see all new packaging, all new graphics. We have emphasized the food shot a lot more because that's ultimately how consumers experience the spice mixes through the finished meal, and that's something very exciting for us as well. അറബിക് ഉപഭോക്താക്കൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഒരു ശ്രേണിയും ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. കുവൈറ്റ് പ്രവാസി മലയാളി അസോസിയേഷന്റെ 4ാമത് വാർഷികവും കുടുംബസംഘവും അബ്ബാസിയ ഹെവൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരമർപ്പിച്ചു. സംഘടനാ ഭാരവാഹികളായ അനൂപ് ഓലിക്കൽ, മോജി പൊലിക, നിശാന്ത്, സുനീഷ് മാത്യു, ശൈലജ, പ്രഭ, ബിനി ജോൺ, ഷംസു താമരക്കുളം, നസീമ എന്നിവർ നേതൃത്വം നൽകി. ജപ്തി ഭീഷണി നേരിട്ട വയോധികയ്ക്കും കുടുംബത്തിനും കൈത്താങ്ങായി 24 വാർത്ത. ശ്രീമൂലനഗരം തെറ്റയിൽ വീട്ടിൽ മേരിയുടെ കടബാധ്യത ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഏറ്റെടുത്തു. പണം ഉടൻ ബാങ്കിന് കൈമാറുമെന്ന് ലുലു ഗ്രൂപ്പ് PRO സ്വരാജ് 24നോട് പറഞ്ഞു. ചികിത്സാ ചെലവിനായി വീട് പണയം വെച്ച് വായ്പയെടുത്ത വൃദ്ധയും കുടുംബവും ജപ്തി ഭീഷണിയിൽ. ശ്രീമൂലനഗരം തെറ്റയിൽ വീട്ടിൽ മേരിയാണ് പെരുവഴിയിലേക്ക് ഇറങ്ങണമെന്ന ആശങ്കയിൽ കഴിയുന്നത്. മേരിയെ ഇടിച്ചിട്ട വാഹനം നഷ്ടപരിഹാരം പോലും നൽകാതെ കടന്നു കളഞ്ഞതാണ് കുടുംബത്തെ കടക്കണിയിലാഴ്ത്തിയത്. ഒന്നര കൊല്ലം ജോലി ഇല്ലാതെയായി. അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ അടയ്ക്കണേ? അങ്ങനെയുള്ള ഇതിൽ തന്നു. എന്ന് പറഞ്ഞ് ഇവനൊരാൾ പോയിട്ടല്ലേ വേണ്ടേ? അവന് 2 പിള്ളേരല്ലേ, 2 പഠിക്കണം. അവർക്കുടെ കാര്യം നോക്കുമ്പോൾ പിന്നെ നമ്മുടെ കാര്യം കൂടി നമ്മളെന്തെങ്കിലും ചെറുതായിട്ട് ഈ തൊഴിലുറപ്പിന് ഇവിടെയൊക്കെ പണി അകലേക്കൊന്നും എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ. ജപ്തി നോട്ടീസ് വന്നത് കഴിഞ്ഞ മാസം. ചികിത്സാ ചെലവിനായി വീട് പണയം വെച്ച് വായ്പയെടുത്ത വയോധികയും കുടുംബവും ജപ്തി ഭീഷണി നേരിടുന്നു എന്ന വിവരം വിമൻസ് ഈവനിംഗിലാണ് 24 പുറത്തുവിട്ടത്. 2,80,000 രൂപയായിരുന്നു തിരിച്ചടക്കേണ്ട തുക. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി മേരിയുടെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാമെന്ന് ഉറപ്പു നൽകി. യൂസഫ് അലി സാർ ഈ വാർത്ത കണ്ടിരുന്നു. അങ്ങനെയാണ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് എന്നെ അറിയിച്ച് ഉടനെ ബാങ്ക് അധികൃതരെ വിളിച്ചറിയിച്ചു. തുക നമ്മൾ അടയ്ക്കാമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. 2012 പള്ളിയിലേക്ക് പോകുന്ന വഴി മേരിയെ വാഹനമിടിച്ചത്. വാഹനം ഓടിച്ചവർ ആശുപത്രി ചെലവ് പോലും നോക്കാതെ കടന്നുകളഞ്ഞു. അടിയന്തര ശസ്ത്രക്രിയക്ക് വേണ്ടിയാണ് വീടിനടുത്തുള്ള സഹകരണ ബാങ്കിൽ ആധാരം പണയപ്പെടുത്തി 1 ലക്ഷം രൂപ വായ്പയെടുത്തത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നത്. പോകാൻ മറ്റിടങ്ങളില്ലാത്തതെന്ന വയോധികക്കും കുടുംബത്തിനുമാണ് 24 വാർത്ത തുണയായത്. വിഷ്ണു കച്ചേരിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. മതപണ്ഡിതന്റെ അധിക്ഷേപ പ്രസംഗത്തിനെതിരെ പ്രതികരണവുമായി മണാലിൽ യാത്ര പോയി വൈറലായ നബീസുമയുടെ കുടുംബം. പരാമർശത്തിന് പിന്നാലെ നബീസുമ അനുഭവിക്കുന്നത് വലിയ വേദനയെന്ന് മകൾ ജിഫ്ന പ്രതികരിച്ചു. ഭർത്താവ് ഭരിച്ച സ്ത്രീ എന്തിന് യാത്ര പോയി എന്നായിരുന്നു ഇബ്രാഹിം സഖാഫിയുടെ വിവാദ പ്രസംഗം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. കാന്തപുരം വിഭാഗം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫിയുടേതാണ് ഈ പ്രതികരണം. അദ്ദേഹത്തെ ചൊടിപ്പിച്ചതാകട്ടെ മണാലിയിലേക്കുള്ള നബീസുമ്മയുടെ യാത്ര. ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന മക്കളെ. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇബ്രാഹിം സഖാഫിയുടെ അധിക്ഷേപ പരാമർശം വേദനയുണ്ടാക്കിയെന്ന് നബീസുമ്മയുടെ മകൾ ജിഫ്ന. യാത്ര പോയതാണോ ഉമ്മ ചെയ്ത തെറ്റെന്ന് മകൾ. ഇന്നലെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. പരാമർശത്തിനെതിരെ സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ VP സുഹറ രംഗത്തെത്തി. സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഓരോരോ വഴിയാണ് ഇവർ എടുത്തുകൊണ്ടേ വരുന്നത്. കാരണം ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കഴിഞ്ഞ ഡിസംബർ 11 കുറ്റ്യാടി സ്വദേശിയായ നബീസുമ്മ മണാലിയിലേക്ക് യാത്ര പോയത്. അവിടെ നിന്ന് നബീസുമ്മ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രചാരം നേടിയിരുന്നു. 24 കോഴിക്കോട്. ഗൾഫ് ഫോക്കസ് തുടരുന്നു. അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സമസ്ത ലീഗ് ധാരണ. കോഴിക്കോട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കൂടിക്കാഴ്ചയിൽ മുഷാവറ അംഗം മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ തത്വത്തിൽ ധാരണയായി. അടുത്ത ദിവസം കോഴിക്കോട് ചേരുന്ന മുഷാവറ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും.
സമസ്ത ലീഗ് തർക്കത്തിൽ ഇടക്കാലത്ത് സമവായ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ചും മുസ്ലിം ലീഗിനെ തലോടിയും നടത്തിയ മുഷവ്വറ അംഗം മുസ്തഫൽ ഫൈസിയുടെ പ്രസംഗവും പിന്നീട് ഏകപക്ഷീയമായി മുഷവ്വറയിലെ ഒരു വിഭാഗം സ്വീകരിച്ച സസ്പെൻഷനും ലീഗ് സമസ്ത തർക്കം രൂക്ഷമാക്കാൻ ഇടയാക്കി. ഇത് പരിഹരിക്കാനാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ തന്നെ മുൻകൈയെടുക്കുന്നത്. വളരെ പ്രതീക്ഷാ നിർഭരമാണ്. അപ്പോൾ ഇനിയും അത് അങ്ങനെ കൈവിട്ടു പോകാൻ അനുവദിച്ചുകൂടാ എന്നുള്ള മനസ്സാണ് എല്ലാവർക്കും ഉള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ആ ഒരു വലിയ മനസ്സ് തന്നെയുണ്ട്. ഇനിയും അങ്ങനെ മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ കാണാതിരുന്നാൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു പരിഹാരം, സത്വരമായിട്ടുള്ള പരിഹാരം എത്രയും പെട്ടെന്നുണ്ടാക്കണം. കോഴിക്കോട് നടന്ന യോഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ പൊതുധാരണയായി. മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ, MT അബ്ദുൽ മുസ്ലിയാർ, സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. 24 കോഴിക്കോട്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്ത് നിലപാട് ഘടിപ്പിക്കുന്നതിനിടെ പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ. വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസ് വേണ്ടെന്ന് ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുമെന്ന് തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. സർക്കാർ നീക്കം വിവാദമായതിന് പിന്നാലെ കാറ്റഗറി 1 വിശദീകരണവുമായി മന്ത്രി പുതിയ വാർത്താക്കുറിപ്പും ഇറക്കി. സർക്കാർ നീക്കം മദ്യനിർമ്മാണശാലയ്ക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളെ സംരംഭക സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായി 47 പരിഷ്കരണങ്ങളാണ് നിയമങ്ങളിലും ചട്ടങ്ങളിലും കൊണ്ടുവരാൻ പോകുന്നതെന്ന് മന്ത്രി MB രാജേഷ്. നിയമവിധേയമായ ഏതു സംരംഭത്തിനും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് ലഭിക്കുന്നതിന് വ്യവസ്ഥ കൊണ്ടുവരും. വ്യവസായ മേഖലയിൽപ്പെട്ട കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് പഞ്ചായത്തുകളുടെ ലൈസൻസിനു പകരം രജിസ്ട്രേഷൻ മാത്രം. വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. എന്നാൽ ഒരു അനുമതിയും പഞ്ചായത്തുകൾക്ക് നിഷേധിക്കാൻ അധികാരമില്ല. എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടുണ്ടെങ്കിൽ സംരംഭത്തിന് തടസ്സം സൃഷ്ടിക്കാൻ പാടില്ലെന്നും മന്ത്രി. വ്യവസായ മേഖലയിലല്ലാത്ത കാറ്റഗറി 1 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പഞ്ചായത്തുകളുടെ അനുമതി തേടണം. എന്നാൽ അനുമതി നിഷേധിക്കാൻ പാടില്ല പഞ്ചായത്തുകൾ. ആവശ്യമെങ്കിൽ നിബന്ധനകൾ നിർദ്ദേശിച്ചുകൊണ്ട് അനുമതി നൽകണം. ഇതാണ് അവരുടെ ശുപാർശ, ഈ കമ്മിറ്റിയുടെ ശുപാർശ. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുള്ള കമ്മിറ്റിയാണ്. അദാലത്തടക്കം നടത്തിയാണ് തീരുമാനമെടുത്തതെന്നും കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കാനാകുമെന്നും വ്യവസായ മന്ത്രി P രാജീവ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദാലത്ത് നടത്തുകയുണ്ടായി. ഞങ്ങളുടെ അദാലത്ത് നടത്തിയപ്പോഴും പൊതുവായി മാറ്റം വരുത്തേണ്ട പ്രശ്നങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ കുറേയേറെ ചട്ടങ്ങൾക്കകത്ത് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് കാണുകയുണ്ടായി. ആ ചട്ടങ്ങൾ മാറ്റം വരുത്തുമെന്നുള്ള ഇന്നത്തെ പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമാണ്. തദ്ദേശ വകുപ്പിന്റെ ചട്ടഭേദഗതി ഒയാസിസ് കമ്പനിക്ക് വേണ്ടിയെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാർ തീരുമാനത്തിനെതിരെ എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു. ഇവിടെ വ്യവസായ മേഖലയല്ല, ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ ഇതുവരെ അത്തരമൊരു മേഖലയില്ല. പിന്നെ ഇത് മദ്യ കമ്പനിക്ക് വേണ്ടിയല്ലേ ഇത്തരമൊരു വ്യവസായ മേഖല കാറ്റഗറി 1 കൊണ്ടുവരുന്നത്. ഇതിനെ അത് എനിക്ക് പറയാനുള്ളത്, കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങിയതിൻ്റെ കൂറാണ് മന്ത്രി ഈ പ്രഖ്യാപനത്തിലൂടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ചട്ടഭേദഗതി വിവാദമായതിനു പിന്നാലെ പുതിയ വിശദീകരണവുമായി മന്ത്രി MB രാജേഷ് വാർത്താക്കുറിപ്പിറക്കി. കാറ്റഗറി 1 തദ്ദേശ സ്ഥാപനങ്ങളുടെ ലൈസൻസ് വേണ്ടാത്തത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വൈറ്റ് ഗ്രീൻ യൂണിറ്റുകൾക്ക്. അവയ്ക്കു ലൈസൻസിനു പകരം രജിസ്ട്രേഷൻ മതി. കാറ്റഗറി 1 റെഡ് ഓറഞ്ച് വിഭാഗത്തിലെ യൂണിറ്റുകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമുണ്ടെന്നും പുതിയ വിശദീകരണം. എന്നാൽ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല കാറ്റഗറി 1 ഏതു വിഭാഗത്തിലാണ് പെടുന്നതെന്ന് വ്യക്തമല്ല. മദ്യനിർമ്മാണശാല വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ ക്രൈസ്തവ സഭകളും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും ഡോക്ടർ ശശി തരൂർ അതൃപ്തൻ. ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതിൽ തരൂർ പരാതി അറിയിച്ചു. അതേസമയം പാർട്ടിയുടെ നയം മറികടക്കരുതെന്ന് തരൂരിനോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുൽ തരൂർ കൂടിക്കാഴ്ചയിലെ കൂടുതൽ വിവരങ്ങൾ 24 ലഭിച്ചു. പാർട്ടിയിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിലും തുടർച്ചയായി തഴയപ്പെടുന്നതിലും അതൃപ്തനായ ശശി തരൂർ പാർട്ടി നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിരുന്നെങ്കിലും മാസങ്ങളോളം അത് സാധ്യമായില്ല. സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്തിയത് വിവാദമായതോടെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത്. പാർട്ടിയിൽ എന്ത് ചുമതല വഹിക്കാനാണ് നേതൃത്വം ആഗ്രഹിക്കുന്നതെന്ന് രാഹുലിനോട് തരൂർ ചോദിച്ചതായാണ് വിവരം. പാർലമെന്ററി നേതൃത്വം താൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും തഴയപ്പെട്ടു. പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നില്ല.
തരൂർ രൂപീകരിച്ച ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതിലും പരാതി അറിയിച്ചു. ദേശീയ തലത്തിൽ തഴയുന്നതുകൊണ്ട് താൻ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നതെന്നാണ് തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്ന ചോദ്യം. കേരളത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തനിക്ക് എന്തു ചുമതല നൽകുമെന്ന് രാഹുലിനോട് തരൂർ ചോദിച്ചതായാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടുന്ന പതിവ് കോൺഗ്രസിനില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായാണ് വിവരം. ശശി തരൂർ ഉന്നയിച്ച വിഷയങ്ങളിൽ രാഹുലിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിച്ചില്ല. എന്നാൽ പാർട്ടി നയം മറികടക്കരുത് എന്ന് ശശി തരൂരിനോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതായാണ് സൂചന. 24 ഡൽഹി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.